നമസ്കാരം, സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിന്നോട് ഒരു വലിയ സത്യം പറയാം. നിന്റെ ജീവിതത്തിൽ സ്ത്രീകളെ ആകർഷിക്കാൻ ഒരു സാധാരണ പുരുഷൻ ആകുന്നതിൽ മതിവരില്ല. ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ എങ്ങനെ സ്ത്രീകളോട് സംസാരിക്കുന്നു എന്ന് പഠിക്കാം. ആധുനിക ഡേറ്റിംഗ് ഒരു വലിയ വിസ്മയമാണ്. വഴവഴങ്ങലുകൾ, വിഷമങ്ങൾ, വികാരങ്ങളുടെ കളികൾ. പക്ഷേ ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ ഇതെല്ലാം വ്യത്യസ്തമായി കൈകാര്യം ചെയ്യുന്നു, സ്റ്റോയിസത്തിന്റെ ശക്തിയോടെ. ഇത് ഒരു കളി അല്ല, നിന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോയിക് തത്വങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകളോട് സംസാരിക്കാൻ 5 വഴികൾ പഠിക്കാം. നിന്റെ വികാരങ്ങൾ നിയന്ത്രിക്കുക, നിന്റെ സംസാരം ശക്തമാക്കുക, നിന്നെ അവർ തേടും. നിന്റെ ജീവിതം മാറ്റാം, നിന്റെ മനസ്സ് ശക്തമാക്കാം. തയ്യാറാണോ? വരൂ, നിന്റെ ശക്തി തിരിച്ചെടുക്കാൻ, സ്ത്രീകൾ നിന്നെ സ്നേഹിക്കാൻ. 1. സംസാരത്തിൽ ശാന്തമായ ആത്മവിശ്വാസം. നിന്റെ സംസാരത്തിന്റെ അടിസ്ഥാനം എന്താണ്? ശാന്തമായ ആത്മവിശ്വാസം. ഇത് ഉയർന്ന മൂല്യമുള്ള പുരുഷന്റെ ലക്ഷണമാണ്. നീ എപ്പോഴെങ്കിലും ഒരു സ്ത്രീയുടെ വാക്കുകൾക്ക് വികാരപ്രകടനം കാണിച്ചിട്ടുണ്ടോ? അത് നിന്റെ ശക്തി കുറയ്ക്കും. സ്ത്രീകൾ വികാര നിയന്ത്രണമുള്ള പുരുഷനെ ആഗ്രഹിക്കുന്നു, വിഷമത്തിന്റെ കളികൾ അല്ല. ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയയുടെ വലയത്തിൽ ശാന്തനായ പുരുഷൻ അപൂർവമാണ്. നിന്റെ ശാന്തത അവർക്ക് ആകർഷണമാകും. നിന്റെ സംസാരത്തിൽ അവൾ നിന്നെ പരീക്ഷിക്കുന്നുവെങ്കിൽ നിന്റെ മനസ്സ് ശാന്തമായിരിക്കണം. ഒരു ഉദാഹരണം, നിന്റെ സംസാരം അവൾ ഒരു വിചിത്രമായ വഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീ പുഞ്ചിരിച്ച് ശാന്തനായി മറുപടി പറയുക. നിന്റെ ജോലി, വസ്ത്രങ്ങൾ, ഇതൊന്നും അവൾക്ക് പ്രധാനമല്ല, നിന്റെ ശാന്തതയാണ്. സ്റ്റോയിസം പറയുന്നു, നിന്റെ വികാരങ്ങൾ നിന്റെ കയ്യിലാണ്. ഒരു സംസാരത്തിൽ വിശദീകരിക്കാൻ തോന്നുമ്പോൾ ശ്വാസം എടുക്കുക, ശാന്തനായി മറുപടി പറയുക, നിന്റെ വാക്കുകൾ ശക്തമാകും. 2. നിശബ്ദനായി നിൽക്കാതെ ലക്ഷ്യത്തോടെ സംസാരിക്കുക. നിന്റെ സംസാരത്തിൽ ലക്ഷ്യം വേണം. പല പുരുഷന്മാരുടെയും പിഴവ് തന്റെ സംസാരം നിശബ്ദത നികത്താൻ മാത്രമാണ്. ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ അങ്ങനെയല്ല. നിന്റെ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. നിന്റെ സംസാരം അവർക്ക് ആകർഷണമാണ്, നിന്റെ നിശബ്ദതയും. നിന്റെ സംസാരം ഒരു ലക്ഷ്യത്തോടെ ആയിരിക്കണം, നിന്റെ വാക്കുകൾ അവളെ ആലോചിപ്പിക്കണം. ഒരു ഉദാഹരണം, നിന്റെ മനസ്സ് എന്താണ് എന്ന് ചോദിക്കാം, നിന്റെ വലിയ സ്വപ്നം എന്താണ് എന്ന്. സാധാരണ നിന്റെ സൗന്ദര്യം എന്ന് പറയുന്നതിന് പകരം അവളുടെ ആലോചനകൾ അന്വേഷിക്കുക. സ്റ്റോയിസം പറയുന്നു, നിന്റെ നിശബ്ദത നിന്റെ ശക്തിയാണ്. കുറവ് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക, നിന്റെ ശാന്തത അവൾക്ക് ബഹുമാനം തോന്നിക്കും. 3. വൈകാരികമായി വേർപിരിയൽ, നിരസിക്കലിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം? നിന്റെ ജീവിതത്തിൽ നിരാകരണം ഒരു വലിയ പരീക്ഷയാണ്. പല പുരുഷന്മാർക്കും ഇത് ഭയമാണ്. ഉയർന്ന മൂല്യമുള്ള പുരുഷന്മാർ അങ്ങനെയല്ല, നിരാകരണം അവരെ നിർവചിക്കുന്നില്ല. നിന്റെ മൂല്യം ഒരു സ്ത്രീയുടെ മറുപടിയിൽ അല്ല, നിന്റെ മനസ്സിലാണ്. നിന്റെ വികാരങ്ങൾ നിന്റെ കയ്യിലാണ്. നിന്റെ നിരാകരണം ഒരു ദുഃഖമല്ല, അവൾക്ക് താൽപ്പര്യമില്ല എന്നതാണ് സത്യം. ഒരു ഉദാഹരണം, നിന്റെ സംസാരത്തിൽ അവൾ ഇല്ല എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ച് നന്ദി എന്ന് പറഞ്ഞു പോവുക. സ്റ്റോയിസം പറയുന്നു, നിന്റെ വിജയം ഒരു സ്ത്രീയിൽ അല്ല, നിന്റെ ശാന്തത, നിന്റെ ദേഷ്യമില്ലായ്മ, ഇത് അവൾക്ക് ആകർഷണമാകും. നിന്റെ വികാരങ്ങൾ നിയന്ത്രിച്ചാൽ നിന്റെ ശക്തി വർദ്ധിക്കും. 4. ഏത് സാഹചര്യത്തിലും സംയമനം പാലിക്കുക. നിന്റെ ജീവിതത്തിൽ സമാധാനം നിലനിർത്തുക, ഇത് ഉയർന്ന മൂല്യമുള്ള പുരുഷന്റെ മുഖമുദ്രയാണ്. ഒരു സംസാരം, ഒരു തർക്കം, ഒരു വഴക്ക്, നിന്റെ വികാരങ്ങൾ നിന്നെ നിയന്ത്രിക്കരുത്. പല പുരുഷന്മാർക്കും പിഴവ്, അവർ പൊട്ടിത്തെറിക്കുന്നു, അവരുടെ മനസ്സ് നഷ്ടമാകുന്നു, നിന്റെ ബഹുമാനം കുറയും. സ്ത്രീകൾ നിന്റെ പ്രതികരണം പരീക്ഷിക്കുന്നു, നിന്റെ ശക്തി കാണാൻ. ഒരു ഉദാഹരണം, നിന്റെ സംസാരം ഒരു വഴക്കാവുമ്പോൾ ശ്വാസം എടുക്കുക, ശാന്തനായി മറുപടി പറയുക. അവൾ നിന്റെ നിയന്ത്രണം കാണും, നിന്റെ ശക്തി അവൾക്ക് ആകർഷണമാകും. ദിനംപ്രതി ശാന്തത പരിശീലിക്കുക, നിന്റെ ജീവിതം ശക്തമാകും. 5. നല്ലൊരു കേൾവിക്കാരൻ ആവുക. അവളുടെ സംസാരം ശ്രദ്ധയോടെ കേൾക്കുക, ഇത് ഉയർന്ന മൂല്യമുള്ള പുരുഷന്റെ വലിയ ശക്തിയാണ്. ആധുനിക ലോകത്ത് ഫോണുകൾ, സോഷ്യൽ മീഡിയ, ഇതെല്ലാം നിന്റെ മനസ്സ് അലട്ടുന്നു. പക്ഷേ ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ നിന്റെ മനസ്സ് അവളിൽ മാത്രമായിരിക്കണം, നിന്റെ ശ്രദ്ധ അവൾക്ക് ആകർഷണമാണ്. പല പുരുഷന്മാരുടെയും പിഴവ് തന്റെ മനസ്സ് മറ്റൊരു കാര്യത്തിൽ. നിന്റെ ശ്രദ്ധ അവൾക്ക് നൽകുക, നിന്റെ കണ്ണുകൾ അവൾക്ക്, നിന്റെ മറുപടി അവളുടെ വാക്കുകൾക്ക്. ഒരു ഉദാഹരണം, നിന്റെ സ്വപ്നം എന്താണ് എന്ന് ചോദിച്ച് അവളുടെ മറുപടി ശ്രദ്ധിക്കുക. സ്റ്റോയിസം പറയുന്നു, നിന്റെ സമയം അവൾക്ക് സമർപ്പിക്കുക. ഫോൺ അടച്ച് നിന്റെ മനസ്സ് അവളിൽ മാത്രം കേന്ദ്രീകരിക്കുക, നിന്റെ ബന്ധം ശക്തമാകും.
നിന്റെ സംസാരം നിന്റെ കയ്യിലാണ്. സ്ത്രീകൾ നിന്നെ ബഹുമാനിക്കണമെങ്കിൽ നിന്റെ ശാന്തത, നിന്റെ ലക്ഷ്യം, നിന്റെ വികാര നിയന്ത്രണം, നിന്റെ സമാധാനം, നിന്റെ ശ്രദ്ധ എല്ലാം വേണം. സ്റ്റോയിസം നിന്റെ മനസ്സിനെ ശക്തമാക്കും, നിന്റെ ജീവിതം മാറും. നിന്റെ സംസാരം നിന്റെ ശക്തിയാണ്, നിന്റെ വാക്കുകൾ അവർക്ക് ആകർഷണമാകും. നിന്റെ ജീവിതം നിന്റെ മൂല്യമാണ്, സ്ത്രീകൾ നിന്നെ തേടും. സബ്സ്ക്രൈബ് ചെയ്യൂ, നിന്റെ യാത്ര തുടരൂ. കമന്റ് ചെയ്യൂ, ചലഞ്ച് ആക്സെപ്റ്റഡ്. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യൂ. നന്ദി. നിന്റെ സംസാരം മാസ്റ്റർ ചെയ്യാൻ ആരംഭിക്കട്ടെ, നിന്റെ ജീവിതം ശക്തമാകട്ടെ.